വേദികളുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, രാജു ചേട്ടൻ, ജോൺസൺ ചേട്ടൻ, ബാക്കി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഞാൻ ഗോവയിൽ വന്നിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. എൻ്റെ 3ാമത്തെ ഓണവുമാണ്. എല്ലാ വർഷവും ഞാൻ ഏതെങ്കിലും ഒരു അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അവരുടെ ഓണാഘോഷത്തിന് ചെല്ലാറുണ്ട്. ഇത്തവണ ഇവിടെ ഗോവയിൽ, സൗത്ത് ഗോവയിൽ കളക്ടറായിരിക്കുമ്പോൾ ജോൺസൺ ചേട്ടൻ വന്നു പറഞ്ഞു, ജോൺസൺ ചേട്ടൻ, രാജു ചേട്ടൻ വന്നു പറഞ്ഞു, ഇവിടെ തന്നെ ഇത്തവണ ഓണാഘോഷത്തിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പം അതെനിക്ക് നിരസിക്കാനും പറ്റിയില്ല. അങ്ങനെ ഇന്ന് നിങ്ങളുടെ കൂടെ ഈ ഓണാഘോഷത്തിന് പങ്കുചേരാൻ പറ്റിയതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഈ മഴയും കുറച്ച് തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഇന്ന് ഓണാഘോഷത്തിനായിട്ട് ഞാൻ വരുവാന്ന് പറഞ്ഞപ്പം എൻ്റെ പല സുഹൃത്തുക്കളും, ഗോവയിൽ നിന്നുള്ള പല കൊളീഗ്സുകാരും ചോദിച്ചു, നിങ്ങളുടെ ഓണാഘോഷം തീർന്നിട്ടില്ലേ? ഇത് കുറേ നാളായി കേൾക്കുകയാണല്ലോ ഓണം. നമുക്കറിയാം, ഓണം കഴിഞ്ഞ മാസം നടക്കുന്ന സമയത്ത് നബിദിനം ഉണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ ഈ 10 ദിവസം, തിരുവോണം എന്ന് പറയുമ്പോൾ 10ാമത്തെ ദിവസമാണല്ലോ. അപ്പൊ ഞാൻ ഡെയിലി എന്തെങ്കിലും കുട്ടി അത്ത ഉണ്ടാക്കി ഇടും. എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഇടും. അപ്പൊ എല്ലാവർക്കും അറിയാം ഓണാഘോഷം തുടങ്ങി എന്ന രീതിയിൽ. അപ്പൊ ഇന്നും ഞാൻ ഓണാഘോഷത്തിന് പോവാന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ, നിങ്ങളെന്താ ഈ വർഷം മുഴുവൻ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ ആഘോഷിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓണാഘോഷത്തിന് പലരും പല സ്ഥലത്ത് പോകും, മിക്കവാറും നാട്ടിലൊക്കെ പോയി ആഘോഷിക്കും. അത് കഴിഞ്ഞ് എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഓണം ആഘോഷിച്ചു കഴിഞ്ഞാലേ ഒരു കംപ്ലീഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഓണാഘോഷിക്കാൻ. അപ്പൊ ഞാൻ അവിടേക്ക് പോവാണ് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം വരാൻ തുടങ്ങി, അല്ല യജ്ഞ ക്രിസ്ത്യാനി അല്ലേ, യജ്ഞ ഈ ഓണാഘോഷത്തിൽ പങ്കെടുക്കും? അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അല്ലാതെ, ഇത് നമുക്ക് ജാതി മതഭേദം നമ്മളെല്ലാവരും ഏത് റിലീജൻ ആണോ ഏത് കാസ്റ്റ് ആണോ അതൊന്നും നോക്കാതെ നമ്മൾ പോകുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പൊ ആ ഒരു ഡൈവേഴ്സിറ്റി ഇവിടെ എനിക്ക് കാണാം. അതിൽ ലൈക്ക് ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ്. പിന്നെ നിങ്ങളെല്ലാവരും, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഗോവയിൽ വന്നിട്ട് നിങ്ങളൊക്കെ ഒരു 4 ഡിക്കേഡോ അതിൽ കൂടുതലൊക്കെ ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ കേരളം വിട്ട് പുറത്ത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം ആകുന്നതേ ഉള്ളൂ. 2 വർഷം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടും പിന്നെ ഇപ്പൊ ഇവിടെ 3 വർഷം ഗോവയിലും. അപ്പോ പൊതുവെ എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മൾ ഏത് ഫംഗ്ഷനോ മീറ്റിങ്ങിനോ പോയതിനു ശേഷം എവിടെയെങ്കിലും ഒരു മറ്റൊരു മലയാളിയെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കണക്റ്റഡ് ആവും, ഉടനെ ചെന്ന് സംസാരിക്കും. അത് സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകില്ല. പിന്നെ അത് കഴിഞ്ഞ് ചേട്ടാ ചേച്ചി എന്ന രീതിയിൽ വിളിച്ച് സംസാരിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മലയാളികളല്ലാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ ആ ഒരു ഒത്തൊരുമയും സ്നേഹവും. അത് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പൊ ആ ഒരു ബോണ്ടിങ് നമ്മളുടെ ഇടയിലുള്ളത് എല്ലാവരും കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ കഴിഞ്ഞ കോവിഡിന്റെ സമയം മുതൽ നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികള് എല്ലാവരും പഠിക്കാനായിട്ടൊക്കെ പല രാജ്യങ്ങളിലേക്ക് പോവാണ്. പണ്ട് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനും വേണ്ടിയിട്ടായിരുന്നു പൊതുവെ മലയാളികൾ അല്ലെങ്കിൽ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങളെല്ലാം കാണുന്ന ഒരു കാര്യമാണ്, 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ കുട്ടികൾ ജർമ്മൻ ലാംഗ്വേജോ ബാക്കി എന്തെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുന്നു. അതിനുശേഷം നമ്മുടെ കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് തന്നെ വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പം അവര് ബാക്കി രാജ്യങ്ങളിൽ പോകുമ്പം ഈ കുഞ്ഞു മക്കള് അവർക്ക് ഒന്നും അറിയത്തില്ല, എവിടെ പോയി താമസിക്കണമെന്ന് അറിയത്തില്ല, ചിലപ്പെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ആരോട് പറയണമെന്ന് അറിയത്തില്ല, ഒത്തിരി ഫിനാൻഷ്യൽ പ്രഷർ ചിലപ്പോൾ അവര് അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ആളുകൾ നമ്മളുടെ ഇടയിലും ഉണ്ട്. അപ്പൊ ഈ ഓണാഘോഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ഒത്തിരി കുഞ്ഞു കുട്ടികൾ വന്നിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളിൽ നിന്ന് മാത്രമല്ല, പല ആൾക്കാരും കല്യാണം കഴിഞ്ഞ് പല സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ചിലപ്പോൾ ഈ ഡെലിവറി സമയത്തൊന്നും അവരുടെ കൂടെ ഫാമിലി ഉണ്ടാവത്തില്ല. അപ്പൊ ആ ലേഡീസ് ആവട്ടെ അല്ലെ ആ ഫാമിലി ആവട്ടെ, അവരൊക്കെ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു കുടുംബമായിട്ട് അവരെ നമ്മുടെ ഇടയിൽ ഉൾക്കൊണ്ട് അവരെ സഹായിച്ച് നമുക്കൊരു ഒറ്റ കുടുംബമായിട്ട് മുന്നേറാം. എല്ലാവർക്കും ഞാൻ എൻ്റെ ഓണാഘോഷങ്ങൾ നേരുന്നു. ഒപ്പം ബാക്കി നമ്മുടെ കേരള പിറവി ഉടനെ വരെയാണ്, പിന്നെ ദിവാലി സെലിബ്രേഷൻ വരെയാണ്, ക്രിസ്മസ് വരെയാണ്. അപ്പൊ ഈ ആഘോഷകാലങ്ങളിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ ഗ്രീറ്റിംഗ്സ് നേരുന്നു. എന്നെ ഇവിടെ വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി മാഡം. മാഡത്തിൻ്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് ഒരു പുതിയ ഊർജം പകർന്നു തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്തതായി വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ആദ്യമായി ഡോക്ടർ രഞ്ജി ജോർജ് ആമ്പല്ലൂർ.
കോട്ടയം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDയും ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് എക്സിക്യൂട്ടീവ് MBAയും നേടിയിട്ടുണ്ട്. 1980 കൊപ്പം ഗവൺമെന്റ് കോളേജിൽ ലെക്ചറായി ചേർന്നു. അതിനുശേഷം വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ വൈസ് പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ചു. 2018 ജനുവരിയിൽ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി ചേർന്നു. പിന്നീട് 2021 ഏപ്രിലിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രൊഫസറായി സ്ഥാനക്കയറ്റം ലഭിച്ച ഡോക്ടർ രഞ്ജി ആമ്പലൂർ കൊപ്പം ഗവൺമെന്റ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയാണ്. അക്കാദമിക്സിൽ 35 വർഷം പൂർത്തിയാക്കിയ ഡോക്ടർ രഞ്ജി ജോർജ് ആമ്പലൂർ ഗോവയിൽ നിന്നുള്ള 24 സംരംഭകരുടെ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകമായ ഡ്രിവൺ ബൈ പാഷൻ നരേറ്റീവ്സ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് എന്റർപ്രണേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. കലാകേന്ദ്രവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് രഞ്ജി ആമ്പലൂർ സാർ. 2026 കലാകേന്ദ്രത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സിൽവർ ജൂബിലി സോനിയർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന്റെ എഡിറ്റർ രഞ്ജി ആമ്പലൂർ സാർ ആയിരുന്നു. അത് ഞങ്ങൾ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു സാർ. കലാകേന്ദ്രം നൽകുന്ന ഈ ആദരം ഏറ്റുവാങ്ങാനായി ശ്രീ രഞ്ജി ജോർജ് ആമ്പലൂരിനെ വിനീതമായി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ആദരം നൽകുന്നതിനായി എഗ്ന ക്ലീറ്റസ് മേഡത്തിനോട് അഭ്യർത്ഥിക്കുന്നു.